EMS AKGയും പോലുള്ളവർ, KM ജോർജിനെ പോലുള്ളവർ അപ്പോൾ വിശാലമായ സമര നിരയിൽ, അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ട നിരയിൽ വന്നു. അവരെല്ലാം അറസ്റ്റ് വരിക്കപ്പെട്ടു. പക്ഷെ അവരെ പെട്ടെന്ന് തന്നെ വിട്ടു. കാരണം വലതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ഭരണ നടപടിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് അഭിനയിക്കാനും അങ്ങനെ വരുത്തി തീർക്കാനും വളരെ ബുദ്ധികൂർമ്മതയോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിരുന്നു. ഇപ്പൊ EMS AKGയും എല്ലാം ലോകപ്രശസ്തരായ നേതാക്കന്മാരാണ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അവർ ജയിലിൽ കിടക്കുന്നു എന്ന് വന്നാൽ, അതുപോലെ ജ്യോതിബാസുവിനെ പോലുള്ളവർ, സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ പരാമർശിച്ചല്ലോ. ഇപ്പോ ആശുപത്രിയിൽ ചികിത്സയിലാണ് VS അച്യുതാനന്ദൻ. പോരാളിയാണ്. രോഗാവസ്ഥയോടും പൊരുതി അദ്ദേഹം ആരോഗ്യത്തോടുകൂടി പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി കണ്ടു. VS ജയിലിലായിരുന്നു അന്ന്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിണറായി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം, പിണറായിയുടെ കാര്യം ഇവിടെ ഗോവിന്ദൻ മാഷിനെ പറഞ്ഞു കഴിഞ്ഞു. S രാമചന്ദ്രൻ പിള്ള ജയിലിലായിരുന്നു. തിരുവനന്തപുരത്തെ പേരൂർക്കട സദാശിവം, അങ്ങനെ പേരുകളെല്ലാം ഞാൻ ഓർക്കുന്നില്ല. കൊല്ലത്തെ PK ഗുരുദാസ്. കേരളത്തിലെ അന്ന് ഏറ്റവും മുതിർന്ന, ഏറ്റവും ഉന്നതരായ 2 പേർ EMS AKGയും അവരെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു. ബാക്കി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഫലപ്രദമായി നടക്കാതിരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മറ്റോരോരുത്തരെയും അറസ്റ്റ് ചെയ്തു. നയനാർ ആ കാലയളവ് മുഴുവൻ ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്നു. ജയിൽ കിടന്നതിന് ശേഷം പിന്നെ ജയിൽ കിടന്ന കാലം ശിഷ്യയായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം, എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു, ഞങ്ങളെല്ലാം വിട്ടയച്ചത്. അപ്പോൾ നയനാര് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ വെച്ചാണ് രഹസ്യമായി സന്ധിക്കുന്നത്. താനിനി പിടിക്കപ്പെട്ടുകൂടാ, കുടിയേരി മിസ്സനുസരിച്ച് കിടക്കുകയാണ്, താനും കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് താക്കീത് തരികയാണ് നയനാര്. അപ്പോൾ അത്തരത്തിലാണ് പിന്നെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചത്. ആ സമയത്ത് EMS പങ്കെടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രവർത്തകർക്കായി 2 ഏകദിന പഠന പരിപാടികൾ, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട്ടും വെച്ചാണ് സംഘടിപ്പിച്ചത്. നയനാർ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തകരുടെ രഹസ്യമായ പഠന സംരംഭം എറണാകുളത്തെ പറവൂരിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത്. രഹസ്യമായി ഓരോ ജില്ലയിൽ നിന്നും 1-2 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് SFIയുടെ സംസ്ഥാന സമ്മേളനവും തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. അടിയന്തരാവസ്ഥക്കാലത്ത് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ചാത്തുണ്ണി മാസ്റ്ററാണ് ആ സമ്മേളനത്തിന് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി പങ്കെടുത്തിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പരസ്യമായ ചില പ്രവർത്തനങ്ങളും നടത്തി തുടങ്ങണം എന്ന് പ്രസ്ഥാനം തീരുമാനിച്ചു. പരസ്യമായ പ്രവർത്തനം അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റെടുക്കാൻ ആരെയാണ് ആശ്രയിക്കാൻ കഴിയുക? AKG പങ്കെടുത്തുകൊണ്ട് 2 വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷനുകൾ. ആദ്യം നടന്നത് കണ്ണൂരാണ്, കണ്ണൂർ ടൗൺ ഹാളിൽ. MV ജയരാജൻ എന്ന് പ്രതിനിധിയായിട്ട് അവിടെ വന്നിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. P ജയരാജൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മ. മറ്റൊന്ന് കൊല്ലത്ത് YMCA ഹാളിൽ വെച്ചിട്ടാണ് AKG പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷൻ. തിരുവനന്തപുരത്ത് വെച്ച് കൺവെൻഷൻ നടക്കേണ്ട ദിവസം AKGക്ക് സംസാരിക്കാൻ കഴിയാത്ത, വയ്യാതിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ ഓർക്കുന്നു, ശാന്തിനഗറിലെ SR ശക്തിധരൻ താമസിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. EMS താമസിക്കുന്ന നമ്പർ 10 ശാന്തിനഗറിന് അഭിമുഖമായിട്ടുള്ള അവിടെയാണ്. AKG വയ്യാതിരിക്കുമ്പോൾ, അതുകൊണ്ട് AKGക്ക് പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി കൺവെൻഷനിൽ സുശീല ഗോപാലൻ നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ഭർത്താവിൻ്റെ ഒപ്പം നിന്ന്, തൻ്റെ സഖാവിനൊപ്പം നിന്ന് ശുശ്രൂഷിക്കേണ്ട സ്ഥാനത്ത് AKGക്ക് പങ്കെടുക്കാൻ വയ്യായെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സുശീല നിയോഗിക്കപ്പെട്ടതനുസരിച്ച് പങ്കെടുക്കാൻ. ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളും അവസാനിപ്പിച്ചു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ജൂലൈ ഓഗസ്റ്റിലാണ് സാറിന് ഇത് നടക്കുക. ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത്. ജൂൺ 25 ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. SFIയുടെ നേതൃത്വത്തിൽ
കേരളത്തിലെ ക്യാമ്പസുകളിൽ രഹസ്യമായി ഒപ്പ് ശേഖരണം നടത്തി. പരസ്യമായി നടത്താൻ കഴിയില്ല. ഒപ്പ് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഹസികമായ പ്രവൃത്തിയാണ്. ഒപ്പിട്ടവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ആ ശേഖരിച്ച ഒപ്പ് ഞാനിപ്പോഴും ഓർക്കുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോന് ആ ഒപ്പ് ശേഖരിച്ച ഒപ്പുകൾ കൊണ്ടുപോയി സമർപ്പിച്ചു. പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ 2 ആവശ്യങ്ങൾ ചർച്ച ചെയ്തത് ഓർക്കുന്നു. ഒന്ന്, നിർത്തിവെച്ച സ്കൂൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടത്തണം. 2, അടിയന്തരാവസ്ഥക്കാലത്ത് 5ാം ക്ലാസ്സിൽ പുതുതായിട്ട് ഫീസ് ചുമത്തി ആ പുതിയ ഫീസ് നിർത്തലാക്കണം. കാരണം 4ാം ക്ലാസ് വരെ സൗജന്യമായി എലിമെന്ററി സ്കൂളിൽ പഠിച്ചിട്ട് 5ാം ക്ലാസ്സിൽ ചേരാൻ വരുമ്പോൾ ഫീസ് ഉണ്ട് എന്ന് കാണുമ്പോൾ ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ടവർ പലരും തീരുമാനിക്കും, ഇനി ഫീസ് കൊടുത്തിട്ട് എൻ്റെ മോനെ പഠിപ്പിക്കേണ്ട, മോളെ പഠിപ്പിക്കേണ്ട. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്നൊരു മറുപടി കിട്ടിയില്ല. ഫീസ് വർധനവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആൾ കൊടുക്കാൻ കഴിയുന്നതാണ്. കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിധത്തിൽ നിങ്ങൾ ഇങ്ങനെ നിവേദനവുമായിട്ട് വരുന്നതിനകത്തൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ, അങ്ങെല്ലാം വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാവായിരുന്നപ്പം ആവശ്യപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒന്ന് സ്വസിദ്ധമായ രൂപത്തിലൊന്നും നോക്കി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് SFIയുടെ ഈ രഹസ്യമായ ഒപ്പുശേഖരണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ശ്രീ കരുണാകരനാണ് അന്ന് ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഈ ക്യാമ്പസുകൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭ കേന്ദ്രങ്ങളായിട്ട് മാറുമോ എന്ന സംശയമുണ്ടായതുകൊണ്ടാവണം 1976 മുതൽ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കുന്നുണ്ടാവും, ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവർ ചേർന്ന് കോളേജ് യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടു. SFIയുടെ ഈ ഇടപെടലിൻ്റെ ഒപ്പുശേഖരണ സമരത്തിൻ്റെ ഫലമായി മാത്രമാണ് അങ്ങനൊരു തീരുമാനമുണ്ടായത്. അപ്പം പല കോളേജുകളിലും, കൊല്ലവസൻ കോളേജിൽ ഉൾപ്പെടെ പല കോളേജുകളിലും ഈ നിലയിലും തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഓർക്കണം.